ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബലരാമന്റെ എൻട്രിയാണ്. കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ബലരാമൻ. അങ്ങനെ എയർപോർട്ടിൽ നിന്നും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബലരാമനെ ആ സമയത്ത് തന്നെ അവിടെ എത്തുന്ന മാനസ അയാളുടെ ആ നടപ്പും ഗെറ്റപ്പും ഒക്കെ കണ്ടിട്ട് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. പക്ഷെ ബലരാമൻ അത് ശ്രദ്ധിക്കുന്നില്ല. മാനസയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കൃഷും കൺമണി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. മാനസയെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് പോയാലോ എന്ന് കൃഷി ചോദിക്കുന്നുണ്ട് കൺമണി. അപ്പൊ കൺമണി പറയും, നമുക്ക് മാനസ മേഡത്തിനെ ഒന്ന് വിളിച്ചിട്ട് പോയാൽ പോരെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, നമുക്ക് പോകാന്നും പറഞ്ഞ് കൃഷി കൺമണിയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ്. അവരെങ്ങനെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും അവർക്ക് നേരെ വരുന്ന ബലരാമൻ കൃഷിന്റെ ബോഡിയുമായിട്ട് ഒന്ന് കൂട്ടിമുട്ടുകയാണ്. പെട്ടെന്ന് തന്നെ ബലരാമൻ കൃഷ്ണനോട് സോറി പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് ഒരു ചിരിയോടെ അത് കാര്യമാക്കാതെ കൃഷും കൺമണിയും നടന്നകലുന്നു. എന്തായാലും ബലരാമനെ കാത്ത് മറ്റൊരാൾ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ബലരാമൻ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ശേഷം ബലരാമന്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ അയാൾ തന്നെയാണ് കാറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്നതും ബലരാമൻ അയാളോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ എന്ന്. ഓൾ സെറ്റ് എന്ന് അയാൾ മറുപടി കൊടുക്കുന്നത് കേട്ട് മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെയുള്ള എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ. അങ്ങനെ ആ ഉറപ്പിന്റെ ബലത്തിൽ ബലരാമൻ അവിടെ നിന്നും കാറിൽ കയറി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് കൃഷും കൺമണിയും ആണെങ്കിലും അവിടെ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ കൃഷ് വണ്ടി എടുത്ത് അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നതും പെട്ടെന്നാണ് മറ്റൊരു വണ്ടി അവരുടെ മുന്നിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. കൃഷിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? കുറെ തവണ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും അവര് വണ്ടി എടുത്ത് മാറ്റുന്നില്ല. ആ വണ്ടി നിറയെ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന കുറെ ആളുകളാണുള്ളത്. അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെയോ കോൾ ചെയ്യാനെന്ന പോലെ നിൽക്കുന്നുണ്ട്. ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒന്ന് സമാധാനപ്പെട് ചേട്ടാ, ഹോൺ അടിച്ചതുകൊണ്ട് രക്ഷയില്ലെന്ന് മനസ്സിലാക്കുന്ന കൃഷ് ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് തലയിട്ട് അവരോട് വിളിച്ചു പറയുന്നുണ്ട്, ഒന്ന് വണ്ടി എടുത്ത് മാറ്റി ചേട്ടാ, മാറ്റിത്തരാമെന്ന് അയാൾ കളിയാക്കുന്ന മട്ടിൽ പറയുന്നുമുണ്ട്. കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവര് മനഃപൂർവ്വം എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന്. അത് കൃഷിനോട് പറയുന്നുണ്ട്. ഇതേ സമയം അതിലുള്ള മറ്റു രണ്ട് ഗുണ്ടങ്ങളും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരു ഗുണ്ട കൺമണിയോടായിട്ട്, എടി പെണ്ണ്, നീ പറ നിന്റെ ഭർത്താവിനോട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. എന്താ മോളെ ചേട്ടൻ വല്ലാത്ത കലിപ്പ്, മോളെ അയാള് മണിക്കൂറിന് വാടകയ്ക്ക് എങ്ങാനും എടുത്തതാണോ എന്നൊക്കെ അവന്മാര് പറയുന്നത് കേട്ട് കൺമണിക്കും കൃഷിനും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇത്തവണ കൺമണി തന്നെയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഗുണ്ടയുടെ നേരെ ചെന്ന് അയാളുടെ കാരണം നോക്കി ഒരൊറ്റ പൊട്ടിക്കലാണ്. ആ അടിയുടെ ആഘാതത്തില് അയാള് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പോലും താഴെ ഇടുന്നു. ഇതെല്ലാം കണ്ട് പേടിയാക്കുന്ന കൃഷ് വേഗം കൺമണിയും പിടിച്ചു വലിച്ചുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇത്രയായപ്പോഴത്തേക്കും ഗുണ്ടകളാണെങ്കിലും കൂടുതൽ അക്രമാസക്തരായിട്ട് കൃഷ്ണനെയും കൺമണിയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തിനെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ സുഖിച്ചു പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കൃഷിനെ പിടിച്ചു വച്ചിരിക്കുകയാണ് അവര് ഗുണ്ടകള്. കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി നീ വേഗം കാറിൽ കയറിക്കോ, എന്നെ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൺമണി കൃഷിനെ വിട്ടു പോകുന്നില്ല. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഒരാൾ അവിടെ എത്തുന്നുണ്ട്. വേറെ ആരുമല്ല, ബൽറാമാണ്. കൃഷിനെ എല്ലാ ഗുണ്ടകളും കൂടെ മർദ്ദിക്കാൻ തുടങ്ങുന്ന ആ കാഴ്ച കണ്ട് വളരെ സന്തോഷത്തോടെ ബൽറാം അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ ഇതിനിടയിൽ കയറി ബൽറാം പെട്ടെന്ന് ഇടപെട്ടിട്ട് ഗുണ്ടകളോടൊക്കെ ആയിട്ട്, എന്താ ബ്രോ, എന്താ ഇവിടെ പ്രശ്നം? കൺമണിയോടും ചോദിക്കുകയാണ്, എന്താ മോളെ പ്രശ്നം? ഇപ്പൊ കൺമണി പറയും, ഇവർ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു, അത് പിന്നെ ആവശ്യമില്ലാതെ ഇയാള് ഹോൺ അടിച്ചിട്ടാണെന്ന് ഗുണ്ടകൾ പറഞ്ഞപ്പോ ഇവളെന്നെ തല്ലിയെന്നും ഒക്കെ കൺമണിയെ കാട്ടി പറഞ്ഞപ്പോ ബൽറാം അവരോടായിട്ട്, അയ്യേ തല്ലും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുവാണോ? പോയേ പോടാ എന്നും പറഞ്ഞ് എല്ലാത്തിനെയും അവിടെ ഒന്ന് പറഞ്ഞയക്കുകയാണ് ബൽറാം. സാറ് പറഞ്ഞതുകൊണ്ടാ, ഇല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ എന്ന് പറഞ്ഞ് ഗുണ്ടകളാണെങ്കിലും പോകാൻ തുടങ്ങുന്നുണ്ട്. കൺമണി ഉടനെ ചെന്നിട്ട് ബൽറാമിനോട് പറയുന്നുണ്ട്, നമുക്ക് പോലീസിനെ അറിയിച്ചാലൊന്ന്, ഇവര് കൃഷി സാറിനെ ആക്രമിക്കാൻ വന്നതാ, ഇയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. എന്നാൽ ഗുണ്ട പറയും, എന്റെ കയ്യിൽ കത്തിയോ? സാറ് വേണമെങ്കിൽ പരിശോധിച്ചോ സാറേ. എന്നാൽ ബൽറാം പറയും, കാര്യങ്ങളൊക്കെ നടന്നു ശരിയാണ്, പക്ഷേ ഇനി ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഞാൻ പോലീസിനെ അറിയിക്കും, അതുകൊണ്ട് വേഗം പോകാൻ നോക്ക്. ഇതൊന്നും കേട്ടിട്ടും അവന്മാര് പോകുന്നില്ല. അതിലൊരു ഗുണ്ട പറയുന്നുണ്ട്, ഞങ്ങൾ ക്ഷമിച്ചേനെ, പക്ഷേ ഇവനൊരു അടി കൊടുത്തിട്ട് ഞങ്ങൾ പോവൂ. കൃഷ്ണനെ ചൂണ്ടി അത് പറയുന്നതും ബൽറാമൻ അയാളോട്, ഓഹോ അത്രയ്ക്കായോ, എങ്കിൽ പിന്നെ നീ ഒന്ന് തല്ലി നോക്കടാ എന്നും പറഞ്ഞ് ശരിക്കും ദേഷ്യത്തില് അയാളോട് പെരുമാറുന്നുണ്ട് ബൽറാമൻ. ബലറാമന്റെ ആ പ്രതികരണം കണ്ട് ഗുണ്ടകളെല്ലാവരും പേടിച്ചു പോവുകയാണ്. അപ്പോ തന്നെ സ്ഥലം കാലിയാക്കുന്നുണ്ട്. അവര് പോയി കഴിഞ്ഞ് ബൽറാമൻ വളരെ സൗമ്യമായിട്ട് കൃഷ്ണനോടും കൺമണിയോടും ഇട്ടു, എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ. അതിനു മുമ്പ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. കൃഷ്ണന് കൈ കൊടുത്തിട്ട് ഞാൻ ബൽറാം എന്ന് പറയുന്നു. കൃഷ് ആണെങ്കിലും തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ പൊക്കോ,
ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ചെല്ലെന്ന് പറഞ്ഞ് കൃഷ്ണനെയും കൺമണിയെയും സ്നേഹത്തോടെ പറഞ്ഞു വിടുന്നുണ്ട് ബൽറാം. കൺമണിക്കാണെങ്കിൽ ബൽറാമിനോട് നല്ലൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേ കൃഷിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ആ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കിയിട്ട് കൊണ്ട് തന്നെയാണ് കൃഷ് പോകുന്നതും അവര് കാറെടുത്ത് പോകുന്നതും നോക്കി വിജയീ ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ബലരാമൻ. പോകുന്ന വഴിക്ക് കൃഷി കൺമണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ഒരൊറ്റ ആളാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ഞാൻ പറഞ്ഞതല്ലേ കാറിൽ തന്നെ ഇരിക്കാൻ, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. അതിനിടയിൽ വലിയ അമ്മച്ചിയായി ചാടി അങ്ങ് ഇറങ്ങി എന്നെ ഒരുമാതിരി കൊച്ചാക്കുന്നത് പോലെ. കൺമണി ചോദിക്കുന്നുണ്ട്, സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ സാറിനെ എങ്ങനെ കൊച്ചാക്കിയെന്ന്? അവരുടെ കയ്യില് കത്തി ഉണ്ടായിരുന്നു, സാറിനെ അപായപ്പെടുത്താൻ വന്ന് നോക്കിയതാ അവര്. ഞാൻ സാറിനെ രക്ഷിക്കാനും നോക്കി. എന്നാൽ കൃഷി ഇത് വിശ്വസിക്കുന്നില്ല. കൃഷി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞ അവന്മാരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അത് പിന്നെ കത്തി എങ്ങോട്ടോ തെറിച്ചു പോയതാന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും കൃഷി അത് വിശ്വസിക്കുന്നില്ല. പിന്നെ കത്തി തെറിച്ച് അങ്ങോട്ട് ആകാശത്തേക്ക് പോവല്ലേ, ചില പെണ്ണുങ്ങളുടെ രീതിയാ. കൂടെയുള്ള ആണുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാനിപ്പോ കാണിച്ചു തരാമെന്നുള്ള മട്ടില്ലേ ഷോ കാണിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കൃഷിന്റെ ഫോണിലേക്ക് സുജ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വഴക്ക് കാരണം കൊണ്ട് തന്നെ ആ കോള് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കൃഷും കൺമണിയും. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വിളി വരുന്നുണ്ട്. പക്ഷേ കൃഷ് അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. തുടർന്ന് കൺമണിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണമാണ് ആണുങ്ങൾ വഴക്കിടുന്നതും അവസാനം കൊലപാതകവും ജയിൽ കയറ്റവും ഒക്കെ നടക്കുന്നത്. കൺമണി ചോദിക്കുകയാണ്, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അവിടെ ബഹളം വെച്ചേര്, സാർ എന്തിനാ സകല സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്? അപ്പൊ കൃഷി പറയും, എല്ലാ സ്ത്രീകളെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിച്ചു നടക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. കാറിൽ നിന്ന് ഇറങ്ങണ്ട, ഞാൻ ഡീൽ ചെയ്തോളാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് കൃഷി പറയുന്നത് കേട്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നെങ്കിൽ അവരുടെ കത്തി സാറിന്റെ നെഞ്ചത്ത് കയറിയനെ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും കൃഷിന്റെ ദേഷ്യം ഒന്നും കൂടെ ഇരട്ടിക്കുകയാണ്. കാർ അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് ഷട്ടപ്പ് എന്ന് പറയാണ്. കൺമണിയാണെങ്കിലും ഇത്രയും കേട്ടതോടുകൂടി ആരിൽ നിന്നും ഇറങ്ങി പോവാൻ ഭാവിക്കുകയാണ്. എന്നാൽ കൺമണിയെ പോകാൻ വിടുന്നില്ല കൃഷ്. നിക്കാൻ പറയുന്നു. കൃഷിനോട് മാറാൻ പറയുന്നുണ്ട് കൺമണി. അപ്പോ കൃഷി പറയും, ദേ റോഡിൽ നിന്ന് ഷോ ഒന്നും കാണിക്കണ്ട, ചെന്ന് വണ്ടി കയറ്. ഉടനെ കൺമണി പറയും, പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാതെ നിന്നിട്ട് ഇവിടെ സാറ് എന്റെ മുമ്പിൽ വലിയ ആളൊന്നും ആവണ്ട. സാറിന്റെ പ്രായമുള്ള ഒരാൾ ഇടപെട്ടത് കണ്ടോ? അങ്ങനെ വേണം ആണുങ്ങളായാൽ, അല്ലാതെ സ്ത്രീകളോട് ഒച്ചയെടുത്തിട്ടല്ല ആണത്തം കാണിക്കേണ്ടത്. കൺമണിയുടെ വാക്കുകള് കൃഷിനാണെങ്കിലും ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ദേ വാക്കുകൾ ഓരോന്ന് പറയുമ്പോ ആലോചിച്ച് വേണം പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൺമണി പറയും, ഞാൻ സംസാരിക്കുന്നതായാലും പെരുമാറുന്നതായാലും ആലോചിച്ചേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. മുമ്പും സാറായിട്ടാണ് പല വഴക്കുകളും തുടങ്ങി വെച്ചത്. സാർ MD ആയിരിക്കും, അത് ഓഫീസില്. ഇവിടെ ഇപ്പൊ ഞാൻ ഡിസൈനർ അല്ല, എന്റേതായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരാളാ. ഇവിടെ സാറിനെ ഭരിക്കാൻ വരണ്ട, ഞാൻ നടന്നു പൊക്കോളാം. അത്രയും പറഞ്ഞ് കൺമണി പോകാൻ തുടങ്ങുന്നതും കൃഷി കൺമണിയെ വിടുന്നില്ല കേട്ടോ. കാറിൽ കയറാൻ തന്നെ ആജ്ഞാപിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ തിരിച്ച് അങ്ങോട്ട് എത്തിക്കണം, അതെന്റെ ഉത്തരവാദിത്വമാണ് എന്നും പറയുന്നതായിട്ട്. അങ്ങനെ ഉത്തരവാദിത്വം കാണിക്കാൻ ഞാൻ സാറിന്റെ ആരാ? സാറ് താലി കെട്ടിയ ആളോ? ഓർക്കാതെ അത് പറഞ്ഞപ്പോഴും പെട്ടെന്ന് അത് തന്നെയാണല്ലോ സംഭവിച്ചത് എന്നോർത്ത് രണ്ടുപേരും വല്ലാതാവുന്നുണ്ട്. എന്തായാലും കൺമണി തിരിച്ച് കാറിൽ തന്നെ കയറുകയാണ്. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനാണ് ആദ്യം പോയതെങ്കിലും പിന്നീട് ബാക്ക് സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് കയറുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുകയാണ്. അതായത് ബലറാം കൃഷിന്റെ വീട്ടിലെത്തുന്നുണ്ട്. അകത്തേക്ക് കയറുന്നതും സൂചി അവിടെ അബോധാവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. കയ്യിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. സാഗറും ഇതൊന്നും അറിയുന്നില്ല. കാറിൽ എവിടെയോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സുജയുടെ നമ്പറിൽ നിന്നും സാഗറിന് കോള് വരുന്നത്. സംസാരിക്കുന്ന ബലരാമനാണ്. ബലരാമൻ പറയാണ്, അങ്കിളുടെ സുജയ്ക്ക് കുറച്ചു നേരം കൂടെ മാത്രമേ മിക്കവാറും ജീവൻ ഉണ്ടാകൂ. ഇത് കേട്ട് സാഗർ ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങള്? സുജയ്ക്ക് എന്താ സംഭവിച്ചേ? സ്വന്തം ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് മറ്റൊരാളോടാണോ അന്വേഷിക്കുന്നത്? സാഗർ ചോദിക്കുന്നുണ്ട്, കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? അപ്പൊ ബലരാമൻ പറയും, നിങ്ങളുടെ ഭാര്യ സുജാത വീട്ടില് ചോര വാർന്ന് കിടക്കുവാണ്. ഭാര്യ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോ ഭർത്താവ് അടുത്ത് വേണ്ടേ? ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കി കഴിയുമ്പോ അതില് രാജാവിനോടൊപ്പം രാജ്ഞിയും വേണ്ടേ സുഖം അനുഭവിക്കാൻ? ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ഒന്ന് അന്വേഷിക്കൂ എന്നും പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. സാഗറിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആവുന്നു. ഉടനെ തന്നെ തന്റെ വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട് സാഗർ. ബലരാമന്റെ കാറ് തന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് കണ്ട് ശരിക്കും ടെൻഷനിലാവുന്നുണ്ട്. സുജു എന്ന് വിളിച്ച് അകത്തേക്ക് ഓടി ചെല്ലുന്നതും സുജു അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൈയെല്ലാം ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാഗർ ആകെ ടെൻഷനോട് ചോദിക്കുന്നുണ്ട്, സുജു നിനക്ക് എന്താ പറ്റിയേ? എന്താ ഉണ്ടായത്? എല്ലാം പറ എന്നോട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബലരാമൻ ഈയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇറ്റ്സ് ടീ ടൈം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. സാഗറിന് ബലരാമനെ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആദ്യമേ ചായ കുടിക്കൂ എന്ന് പറയുന്നുണ്ട് ബലരാമൻ. പക്ഷെ സാഗറിന് ചായ കുടിക്കാൻ പറ്റുമോ? സാഗർ ചോദിക്കുന്നുണ്ട്, ആദ്യം ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് എന്നോട് പറ, എന്നിട്ട് താൻ ആരാണെന്ന് പറ, എന്നിട്ട് ചായ കുടിക്കാം. സാഗറിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ബലരാമൻ സുജയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ടീ. എന്നിട്ട് അമ്മ ചായ കുടിച്ച് ഉദ്ഘാടനം ചെയ്യാനും പറയുന്നു. തുടർന്ന് പറയുന്നുണ്ട്, അമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് ഈ അച്ഛനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ തുടങ്ങി വച്ചാൽ അച്ഛൻ അതുപോലെ ചെയ്യുന്നോളും. അതുകൊണ്ട് ചായ കുടിക്കുന്നു പറഞ്ഞ് സുജയുടെ കൈകളിൽ കൊടുക്കുകയാണ് ചായ കപ്പ്. സുജയ്ക്ക് തനിയെ കുടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബലരാമൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മയെ കൊണ്ട് കുടിപ്പിക്കാന്ന് പറഞ്ഞ് ബലരാമൻ തന്നെ വളരെ സ്നേഹത്തോടെ സുജയെ കൊണ്ട് ചായ കുടിപ്പിക്കുന്നു. സാഗർ
സാഗറാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പകച്ചു നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചായ കുടിപ്പിച്ചിട്ട് സുജയോട് ചോദിക്കുന്നുണ്ട് ബലരാമൻ, ചായ എങ്ങനെയുണ്ട് അമ്മേ? ഓ നന്നായിട്ടുണ്ട് മോനെ എന്ന് പറയാണ് സുജ. തുടർന്ന് സാഗറിനും ചായ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ബലരാമൻ. അങ്ങനെ സാഗറും മടിച്ചു മടിച്ച് ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. ശേഷം ചോദിക്കുന്നുണ്ട്, ഇനി പറ എന്താ ശരിക്കും സംഭവിച്ചത്? അപ്പൊ ബലരാമൻ പറയും, നടന്നത് എന്താണെങ്കിലും അമ്മ ഇപ്പൊ നോർമലാ. തൽക്കാലം അമ്മയെ കഴിഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വെറുതെ പ്രേരിപ്പിക്കണോ? ഉടനെ സാഗർ പറയും, എന്നാൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഇത് എന്റെ വീടാ, ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ, അല്ലാതെ ചുമ്മാ വഴിയെ പോകുന്ന ആരെങ്കിലും എന്നെ വന്ന് ന്യായം പഠിപ്പിക്കണ്ട. ഇതെല്ലാം കേട്ടിരിക്കുന്ന സുജ പറയുന്നുണ്ട് ഉടനെ സാഗറിനോടായിട്ട്, സാഗർ വെറുതെ ആ മോനെ കുറ്റപ്പെടുത്തണ്ട, ഈ മോനാണ് എന്നെ രക്ഷിച്ചത്. അത് കേൾക്കുമ്പോ സാഗറിന് കുറ്റബോധമാവാണ്. സാഗർ സോറി പറയുന്നുണ്ട് ബലരാമനോട്. അപ്പൊ ബലരാമൻ പറയും, ഞാനല്ല, അമ്മയെ രക്ഷിച്ചത് ഈശ്വരനാ, ഞാനൊരു നിമിത്തമായി, അത്രേ ഉള്ളൂ എന്ന് എളിമയോടെ പറയാണ്. സാഗർ വീണ്ടും ടെൻഷനോടെ സുജനോട് ചോദിക്കുന്നുണ്ട്, സുജു കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറ, എന്താ ശരിക്കും സംഭവിച്ചത്? അപ്പൊ സുജ പറയാണ്, ഞാൻ അടുക്കളയിൽ ഫിഷ് ടാങ്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു സാഗർ. അങ്ങനെ അത് മാറ്റിവെക്കുന്നതിനിടയിൽ പെട്ടെന്ന് അത് കയ്യിൽ നിന്നും മറിഞ്ഞു വീഴാണ്. അറിഞ്ഞു വീഴുന്നതിന്റെ കൂടെ തന്നെ ഗ്ലാസ് കൊണ്ടിട്ട് സുജയുടെ റിസ്റ്റിലും പരിക്കേൽക്കുകയാണ്. അങ്ങനെ ചോര വാർന്ന് സുജ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത്. അപ്പൊ കാര്യങ്ങളെല്ലാം സുജ സാഗറിനോട് തുറന്നു പറയുന്നു.